ലവ് ജിഹാദ് ആരോപണത്തെ തുടർന്ന് കേരളത്തിൽ അഭയം തേടിയ ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികൾക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്ന് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ്. ഇരുവരെയും നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അടുത്തയാഴ്ച കോടതി ഹർജി പരിഗണിക്കും വരെ പോലീസ് സംരക്ഷണം കൊടുക്കണം. മുഹമ്മദ് ഗാലിബിനെതിരെ അറസ്റ്റ് വാറന്റുമായി ജാർഖണ്ഡിൽ നിന്ന് പോലീസ് എത്തിയിരുന്നു. ആശ്വാസമുള്ള വിധിയെന്ന് ആശാ വർമ്മയെ മുഹമ്മദ് ഗാലിബും പ്രതികരിച്ചു. ആശാ വർമ്മയെ തട്ടിക്കൊണ്ടുപോയെന്ന കേസിൽ മുഹമ്മദ് ഗാലിബിനെതിരെ അറസ്റ്റ് വാറണ്ട് നിലനിൽക്കെയാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് CS ഡയസ് ആണ് ഉത്തരവിറക്കിയത്. ദമ്പതികൾക്ക് വേണ്ടി അഭിഭാഷകൻ ശ്രാവൺ ഹാജരായി. ഇരുവർക്കും പോലീസ് സംരക്ഷണം നൽകാൻ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്കും കായംകുളം SHOയ്ക്കും കോടതി നിർദ്ദേശം നൽകി. അടുത്തയാഴ്ച കേസ് വീണ്ടും പരിഗണിക്കും. ഇതോടെ മുഹമ്മദ് ഗാലിബിനായി അറസ്റ്റ് വാറണ്ടുമായി കായംകുളത്തെത്തിയ ജാർഖണ്ഡ് രാജറപ്പ പോലീസിന് തിരികെ പോകേണ്ടി വരും. മുഹമ്മദ് ഗാലിബിനൊപ്പം എത്തിയത് സ്വന്തം ഇഷ്ടപ്രകാരമെന്ന് ആശാവർമ്മ മൊഴി നൽകിയിരുന്നു. ഫസ്റ്റ് കിഡ്നാപ്പിംഗ് സമയം എന്ന് പറഞ്ഞ സമയത്ത് ആ പെൺകുട്ടിയെ കൊണ്ടുപോയാൽ മതി ഒരു സ്റ്റാൻഡ് ആദ്യം എടുത്തിരുന്നത് പോലീസ്. പക്ഷെ അപ്പോഴാണ് പെൺകുട്ടിയോട് ചോദിക്കുന്നത്. കാരണം ആ പെൺകുട്ടിയെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പോകാൻ തയ്യാറല്ല എന്നും ഇവിടെ കിഡ്നാപ്പ് എല്ലാന്നോടുകൂടി പിന്നെ അത് കഴിഞ്ഞു. ആശാ വർമ്മയ്ക്കും മുഹമ്മദ് ഗാലിബിനും പൂർണ്ണ സംരക്ഷണം നൽകുമെന്ന് DYFI ജില്ലാ സെക്രട്ടറി ജെയിംസ് സാമുവൽ. ആ വിഷയത്തിൽ ഒരു കാരണവശാലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നടക്കരുത് എന്നുള്ള നിലപാടാണ് DYFI. കേരളത്തിനകത്ത് ഇവർക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും DYFI നൽകിക്കൊടുക്കും. കേരളത്തിലെത്തിയ ആശാ വർമ്മയും മുഹമ്മദ് ഗാലിബും കഴിഞ്ഞ ഫെബ്രുവരി 11 സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹിതരായത്. 24 ആലപ്പുഴ.